So first question നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് if sec square a plus tan square a equal to 4/17 then sec 4a minus tan 4a is equal to. അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ സെഷൻസിലെല്ലാം തന്നെ നോക്കുന്നത്. നമ്മുടെ എക്സാമിന് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ സെഷൻസിലൊക്കെ മെയിനായിട്ട് നോക്കുന്നത്. സോ എല്ലാം കൺവെൻഷനലി ചെയ്യുന്നതിന് പകരം നമ്മൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ ഇപ്പം തന്നെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ക്വയറും പവർ 4ഉം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യൂഷ്വലി നമുക്ക് പവർ 4 അങ്ങനെ വലുതായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാറില്ല, നിങ്ങൾക്ക് അറിയാം എക്സാമിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് സീക്കും ടാനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏത് ഫോർമുലയാണ് നമുക്കറിയാവുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. അപ്പം നമുക്ക് സീക്കും ടാനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നുള്ള ഫോർമുലയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്വയർ അല്ല, ഇവിടെ പവർ 4 ആണ് കൊടുത്തേക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് മൈനസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ തന്നിരിക്കുന്ന സീക്ക് 4a മൈനസ് ടാൻ 4a നമുക്ക് നമ്മുടെ ഈ എഴുതിയിരിക്കുന്ന റിലേഷൻ തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു റിലേഷന് വേറൊരു കൺസെപ്റ്റ് കൂടി ഉണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൂടി ഇതിനുണ്ട്. നമ്മുടെ ഓൾജിബ്ര ആയിട്ടൊരു കണക്ഷൻ കൂടി ഇതിന് വരുന്നുണ്ട്. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നൊരു കൺസെപ്റ്റ് ആണ് നമുക്ക് അവിടെ നിന്ന് വരുന്നത്. അതേ സെയിം കൺസെപ്റ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീക്ക് 4a മൈനസ് ടാൻ 4 പവർ 4a എന്നുള്ളതിനെ നമുക്ക് ഇതേ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ അതേ കൺസെപ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സീക്ക് പവർ 4a മൈനസ് ടാൻ പവർ 4a സീക്ക് സ്ക്വയർ എ പ്ലസ് ടാൻ സ്ക്വയർ എ ഇൻറ്റു സീക്ക് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ എന്നെഴുതിക്കൂടെ? നമുക്കിപ്പോൾ എന്തായി അത്? എ പ്ലസ് ബി എ മൈനസ് ബി ആയി. അല്ല, ഇത് നമ്മൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ അതേ കൺസെപ്റ്റ് യൂസ് ചെയ്തത്. ഇവിടെ പവർ 4 തന്നിട്ടുണ്ടായിട്ട് അതെന്തായി 2 ആയി. ഇവിടെ 2 ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വന്നേനെ? 1 വന്നേനെ. ഇവിടെ 8 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് വന്നേനെ? 4 വന്നേനെ. അത്രയേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതിലെ വാല്യൂസ് ഏതൊക്കെ നമുക്ക് അറിയാമെന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് സി സ്ക്വയർ എ പ്ലസ് ടാൻ സ്ക്വയറുടെ വാല്യൂ ഓൾറെഡി അവിടെ ഗിവൺ ആണ് അല്ലേ? സിമ്പിളായിട്ട് ഓൾറെഡി വാല്യൂ അവിടെ തന്നിട്ടുണ്ട് നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 4/17 എന്ന്. ആൻഡ് സി സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ അതിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് വിചാരിക്കില്ല. അത് ദാണ്ട് ആ ഒരു ഫോർമുല തന്നെയാണ് ആ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കാണാൻ പറ്റും അവിടുന്ന്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം. ഫോർമുല അനുസരിച്ച് തന്നെ അത് എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടുകൂടി ഇൻറ്റു തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4/17 ഇൻറ്റു 1 നമുക്ക് എന്ത് തന്നെ വരും? 4/17 എന്ന് തന്നെ വരും. അപ്പോൾ നോക്കിയാൽ കുറച്ചൊരു വലിയ ക്വസ്റ്റൻ ആണ്, പക്ഷേ അതിൻ്റെ ഒരു ആൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ലൈൻ ഉണ്ടെന്ന്. ഒരു സിംഗിൾ ലൈനിലാണ് നമ്മൾ ആൻസർ എടുത്തിരിക്കുന്നത്. നമുക്കവിടെ ഇതിൻ്റെ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നതൊക്കെ അതിൻ്റെ കൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരു സിംഗിൾ ലൈനിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇൻഫാക്ട് നിങ്ങൾക്കത് നല്ലപോലെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കത് ഡയറക്റ്റ്ലി നോക്കി തന്നെ ആൻസർ എടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം ഇനി ഇത് ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ആവാൻ പോകുന്നത് നിങ്ങൾക്കറിയാം. സോ പവർ 8 തന്നാൽ പോലും നമുക്കിവിടെ പവർ 4 തന്നിട്ടുള്ള ആ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ നോക്കി ആൻസർ എടുക്കാൻ പറ്റും. സോ ആൻസർ ഓപ്ഷൻ സി 4/17 ആണ് ആൻസർ എന്ന് പറയുന്നത്. സോ ഒരു കൺസെപ്റ്റ് മറന്നുപോലെ നമ്മുടെ ഫോർമുല അതിനെ തന്നെ ട്രിഗ്നോമെട്രിയുടെ ഫോർമുല അതിനെ തന്നെ ഓൾജിബ്ര ആയിട്ട് കണക്ട് ചെയ്യുന്നതും അതിൻ്റെ എപ്പോഴും നമുക്ക് സ്ക്വയർ അതേപോലെ തന്നെ തരണമെന്ന് നിർബന്ധമില്ല. പവർ 4 തരാം, പവർ 8 തരാം, പവർ 16 തരാം. ഓക്കെ, എന്ത് വേണമെങ്കിലും തരാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്.